Okay, good morning, dears. Please put your attendance in the chat box. If you haven't put, please do. Okay, so let's start today's class. Can you see the PPT? PPT കാണാൻ പറ്റുന്നുണ്ടോ? Can you see the PPT? Okay. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പോർഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. Slip ring, squirrel cage, principle of operation, rotating magnetic field, torque equation, torque slip Cara, no load test, block rotor test. Circle diagram ഞാൻ കവർ ചെയ്തിട്ടില്ല. മെത്തേഡ്സ് ഓഫ് സ്റ്റാർട്ടിങ്ങും കവർ ചെയ്തിട്ടില്ല. പക്ഷെ ഇവർ എഴുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ദാറ്റ് യു ഷുഡ് ഡെഫിനറ്റ്ലി നോ. അതാണ് ഇന്ന് എടുക്കുന്നത്. സോ വി ഡെൽറ്റ് വിത്ത് മെനി തിങ്സ് ലൈക്ക് ടോർക്ക് ഇക്വേഷൻ, ടോർക്ക് സ്ലിപ്പ് Cara, no load test, block rotor test, equivalent circuit, speed regulation, power factor, and this is a very important topic. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. So we can't skip this topic. It's a very important topic that I'm going to discuss today. Okay, so നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു സ്റ്റേറ്റർ ഉണ്ട്, 3 phase വൈൻഡിങ് ഉണ്ട് സ്റ്റേറ്ററിൽ. അതുപോലെ തന്നെ റോട്ടർ, യു ഹാവ് എ റോട്ടർ ആസ് വെൽ. ഓക്കെ, റോട്ടർ വൈൻഡിങ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം സ്ക്വിറൽ കേജ് ആണെങ്കിൽ അത് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ലോഡ് എടുക്കുന്നു ഇതിനെ ക്രോസ്, നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ സ്റ്റേറ്ററിലേക്കാണ് യു ആർ പ്രൊവൈഡിങ് ദ ഇൻപുട്ട് കൊടുക്കുന്നത് സ്റ്റേറ്ററിലേക്കാണ്. അപ്പോൾ ലെറ്റ് us assume ദാറ്റ് സ്റ്റേറ്ററിന്റെ ഇൻപുട്ട് ഇസ് P1. ഇവിടെ സ്റ്റേറ്ററിന്റെ ഇൻപുട്ടിൽ എടുക്കുന്ന പവർ P1 ആണെന്ന് അസ്യൂം ചെയ്യാം. സ്റ്റേറ്റർ ഇൻപുട്ട്, ഓക്കെ, സ്റ്റേറ്റർ ഇൻപുട്ട് P1 ആണെങ്കിൽ അതെന്താണ് ശരിക്കും? സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട് പ്ലസ് സ്റ്റേറ്റർ ലോസസ്. ഓക്കെ, ഈ സ്റ്റേറ്ററില് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് പവർ കൊടുക്കും, ഇവിടെ ഒരു ഔട്ട്പുട്ട് പവർ. ഇത് സ്റ്റേറ്റർ, ഇത് റോട്ടർ. ഓക്കെ, സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ടിൽ ഒരു പവർ കിട്ടും, അതാണ് നമ്മൾ റോട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ശരിക്കും ട്രാൻസ്ഫോമർ ആക്ഷൻ പോലെ തന്നെ ഇൻഡക്ഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യണത് സ്റ്റേറ്ററിലെ ഔട്ട്പുട്ട് പവർ ആണ് റോട്ടറിന്റെ ഇൻപുട്ട് പവർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കണ എല്ലാ പവറും സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുമോ? വിൽ ഓൾ ദ ഇൻപുട്ട് പവർ ബി അവൈലബിൾ അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സ്റ്റേറ്റർ? ഒരു ലോസും ഈ സ്റ്റേറ്ററിൽ ഉണ്ടാവില്ലേ? ഉണ്ടാകും. സ്റ്റേറ്ററിൽ ഉണ്ടാകാൻ പോണ ലോസ് ആണ് സ്റ്റേറ്റർ കോപ്പർ ലോസ്. ഓക്കെ, അപ്പോ സ്റ്റേറ്ററിൽ ഉണ്ടാവുന്ന മെയിൻ ലോസ് ആണ് ഈ സ്റ്റേറ്ററിന്റെ കോപ്പർ ലോസ്. അപ്പോ P1 എന്ന് പറയണത് ഇവിടെ ഇൻപുട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവണത് ശരിക്കും P2 ആയിരിക്കും. ഇവിടെ ഒരു ലോസ് സംഭവിക്കും, കോപ്പർ ലോസ്. ഈ P2 ആണ് ശരിക്കും സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെയാണ് റോട്ടറിന്റെ ഇൻപുട്ടിൽ വരുന്നത്. ഇൻപുട്ട് ടു ദ റോട്ടർ ഇസ് P2. ഇനി ഈ പവർ നമുക്ക് ലോഡിന് അവൈലബിൾ ആവണം. ആ ലോഡിന് അവൈലബിൾ ആയിട്ടുള്ള പവർ
ഇതിന്റെ ആ റോട്ടറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവറിനെയാണ് PM എന്ന് പറയുന്നത്. ഗ്രോസ് റോട്ടർ ഔട്ട്പുട്ട്. റോട്ടറിന്റെ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ഒരു പവർ കിട്ടും, അതിനെയാണ് PM എന്ന് പറയുന്നത്. അത് ഈ P2 മുഴുവനോടെ കിട്ടുമോ? ഇല്ല. ഈ P2വിനകത്ത് നിന്ന് റോട്ടർ ലോസ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് PM കിട്ടുന്നത്. ഓക്കെ, സോ റോട്ടറിന്റെ ഔട്ട്പുട്ട് PM എന്ന് പറയണത് നമുക്കറിയാം, എപ്പോഴും ഒരു പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ യു ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് 2πnt/60. അപ്പോ ആ 2πn എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ സ്പീഡാണ്. റോട്ടറിന്റെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ PM റോട്ടറിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ യു ക്യാൻ എക്സ്പ്രസ് എനി ഔട്ട്പുട്ട് ഇക്വേഷൻ ഇൻ ദ ഫോം ഓഫ് 2πnt/60. അത് നേരത്തെ മൊഡ്യൂൾസിൽ നമ്മൾ പറഞ്ഞതാണ്, ഹൗ ദിസ് ഇക്വേഷൻ കംസ് 2πnt/60 അല്ലെങ്കിൽ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പ്രീവിയസ് മൊഡ്യൂൾസ് ഒന്ന് റെഫർ ചെയ്താൽ മതി. സോ ഹിയർ ഗ്രോസ് റോട്ടർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2πnt/60 ആണ്. അതിനകത്ത് N എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ സ്പീഡാണ്. T എന്ന് പറയുമ്പം ഈ റോട്ടറിൽ വരുന്ന ടോർക്ക്, ഗ്രോസ് ടോർക്ക് അറ്റ് ദ റോട്ടർ സൈഡ്. ഓക്കെ, അതാണ് TG, ഗ്രോസ് ടോർക്ക്. റോട്ടറിലെ ഗ്രോസ് ടോർക്ക് ആണ് TG. അപ്പൊ TG PMന്റെ ടേംസിൽ എങ്ങനെ എഴുതാം? PM is the output of the rotor. PM/2πn/60 കിട്ടും. ഇക്വേഷൻ TGയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. Are you all listening? ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും? Are you all listening to the class? Yes. Okay, fine. അയ്യോ, ഇനി ഇതിനെ ബേസ് ചെയ്ത് 2 പ്രോബ്ലം കൂടെ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, സ്റ്റേറ്റർ ഉണ്ട്, സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ട്, യു ഹാവ് ദ റോട്ടർ. അപ്പൊ സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന പവർ ആണ് P2. സ്റ്റേറ്ററിന്റെ ഇൻപുട്ടിൽ P1 വന്നു. ഓക്കെ, സ്റ്റേറ്ററിന്റെ ഇൻപുട്ടിൽ P1 വന്നു, ഔട്ട്പുട്ടിൽ P2 വന്നു. ആ P2 തന്നെയാണ് റോട്ടറിലേക്ക് കൊടുക്കുന്നത്. റോട്ടറിന്റെ ഔട്ട്പുട്ടിൽ PM വന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അപ്പോ ഈ റോട്ടറിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ, റോട്ടറിന്റെ ഇൻപുട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? റോട്ടറിന്റെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി 2πnt/60. TG എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോർക്ക്, ഇതിന്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രോസ് ടോർക്ക് ആണ്. N എന്ന് പറഞ്ഞാൽ റോട്ടർ കറങ്ങുന്ന സ്പീഡ് സിങ്ക്രണസ് സ്പീഡ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? N സിങ്ക്രണസ് സ്പീഡ് അല്ല, N ആണ് അതിന്റെ സ്പീഡ്, അതുകൊണ്ടാണ് അവിടെ N എടുത്തത്. ഇനി ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ P2 കാൽക്കുലേറ്റ് ചെയ്യും? PMന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതി, P2 എങ്ങനെ എഴുതും? P2 നിങ്ങൾക്ക് ഒരു പവർ എപ്പോഴും ഒമേഗ ടി, പവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും യു ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് ഒമേഗ ടി. അതിനകത്ത് എടുക്കുന്ന ഒമേഗയും ടിയും എങ്ങനെ ഉണ്ടെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ PMന്റെ കേസിൽ ഒമേഗ 2πn/60 ആണ്, അതുകൊണ്ടാണ് 2πnt/60 വരുന്നത് പവറിന്റെ ഇക്വേഷൻ. അതിനകത്ത് നിങ്ങൾ റോട്ടർ സ്പീഡ് എടുത്തു, റോട്ടറിൽ വരുന്ന ടോർക്ക് എടുത്തു. ഇനി ഇതുപോലെ തന്നെ ഇഫ് യു നീഡ് ടു റൈറ്റ് P2 എഴുതണമെങ്കിൽ 2πnt/60. ടോർക്ക് സെയിം ആണ്, പക്ഷെ സ്പീഡ് സിങ്ക്രണസ് സ്പീഡാണ്. കാരണം എന്താ? സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് സിങ്ക്രണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ സിങ്ക്രണസ് സ്പീഡാണ്. ഇവിടെ ഫൈനലി വരുമ്പം റോട്ടർ സ്പീഡ് N ലെസ് ദാൻ സിങ്ക്രണസ് സ്പീഡാണ്. പക്ഷെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇനിഷ്യലി ശരിക്കും NS ആണ് ശരിക്കും റോട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ ആ സ്പീഡ്. പക്ഷെ ഒരിക്കലും ഇത് NS കറങ്ങില്ല, Nലേ കറങ്ങുള്ളൂ. അപ്പോ ഈ P2 എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്ററിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണതാണ്. ഓക്കെ, ഈ സ്റ്റേറ്ററിൽ നിന്നുള്ള ഈ ഔട്ട്പുട്ട് പവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട് പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2πnt/60 എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എടുക്കേണ്ടത് സിങ്ക്രണസ് സ്പീഡാണ്. സ്റ്റേറ്റർ എന്നുള്ളതല്ലേ പോകുന്നേ, NS ആണ്. അതുകൊണ്ടാണ് ഇവിടെ NS എഴുതിയിരിക്കുന്നത്. സോ റോട്ടറിന്റെ കോപ്പർ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? റോട്ടർ സൈഡിലെ ഇതാണ് റോട്ടർ സൈഡ്. കോപ്പർ ലോസ് എങ്ങനെ കണ്ടുപിടിക്കും? റോട്ടറിൽ വരണ ഇൻപുട്ട് മുഴുവൻ ഔട്ട്പുട്ടിൽ അവൈലബിൾ അല്ല, കാരണം ഇവിടെ റോട്ടർ കോപ്പർ ലോസ് ഉണ്ടാകും. അപ്പോൾ റോട്ടറിൽ വരുന്ന ഇൻപുട്ട് മൈനസ് റോട്ടറിൽ വരുന്ന ഔട്ട്പുട്ട്
അത് ചെയ്താൽ നമുക്ക് റോട്ടറിലെ കോപ്പർ ലോസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇക്വേഷൻ എഴുതിയത്. സോ റോട്ടറിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതി, റോട്ടറിൽ വരുന്ന ഇൻപുട്ട് ഇക്വേഷൻ എഴുതി, ഇൻപുട്ട് ഇക്വേഷൻ മൈനസ് ഔട്ട്പുട്ട് ഇക്വേഷൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ റോട്ടർ കോപ്പർ ലോസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സോ ഇനിയിപ്പം ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിയില്ലേ? അപ്പോ റോട്ടർ കോപ്പർ ലോസിന്റെയും റോട്ടർ ഇൻപുട്ടിന്റെയും കൂടെ റിലേഷൻ എടുക്കുക. റോട്ടർ ഇൻപുട്ട് അറിയാം, റോട്ടർ കോപ്പർ ലോസ് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, എൻ എസ് മൈനസ് എൻ ഇൻറ്റു ഇത് ബൈ ഇത് ചെയ്യുമ്പോൾ എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ് എന്ന് കിട്ടും. അത് സ്ലിപ്പാണ്. നിങ്ങൾക്കറിയാം എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പാണ്. സോ ഇതിനകത്ത് നിന്ന് റോട്ടർ കോപ്പർ ലോസ് എന്ത് കിട്ടും? റോട്ടർ ഇൻപുട്ട് ഇൻറ്റു സ്ലിപ്പാണ് റോട്ടർ കോപ്പർ ലോസ്. ഇത് ഒരുപാട് പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ഇതുവരെയുള്ളത് ഒന്നും കൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ കയ്യില് സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. സ്റ്റേറ്ററിലേക്ക് നമ്മൾ ഇൻപുട്ട് പവർ കൊടുക്കും P1. സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ടിൽ P2 എടുക്കും. P2 തന്നെയാണ് നമ്മുടെ റോട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട്. റോട്ടറിന്റെ ഔട്ട്പുട്ടിൽ എടുക്കുന്നതാണ് PM. അപ്പോ നമുക്ക് റോട്ടറിന്റെ കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് P2 അറിയണം, PM അറിയണം. PM എന്ന് പറഞ്ഞാൽ 2πNT/60. അതിൽ N ആണ് എടുക്കേണ്ടത്. പക്ഷേ P2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2πNT/60 N എടുക്കേണ്ടത് NS ആണ്. സ്റ്റേറ്ററിന്റെ സ്പീഡാണ് എടുക്കേണ്ടത്. കാരണം സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് റോട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് അവൈലബിൾ ആവുന്നത്. അപ്പോൾ റോട്ടറിന്റെ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഇൻപുട്ട് മൈനസ് ഇവിടെ വരുന്ന ഔട്ട്പുട്ട്, ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എനിക്ക് റോട്ടർ കോപ്പർ ലോസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ഇൻ ടേംസ് ഓഫ് റോട്ടർ ഇൻപുട്ട്. എന്ന് വെച്ചാൽ ഈ റോട്ടറിൽ വരുന്ന ഇൻപുട്ടിന്റെ എത്ര പ്രൊപ്പോർഷൻ ആണ് ഇവിടെ കോപ്പർ ലോസ് വരണേന്ന് ഉള്ള ഒരു ഇക്വേഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് I divided rotor copper loss by rotor input. So I got it as rotor copper loss is equal to S into rotor input. It is a very important relation. You please learn it right now. Okay, rotor copper loss in an induction motor is slip times the rotor input. ഇനി നമുക്ക് ഗ്രോസ് ആയിട്ടുള്ള റോട്ടർ ഔട്ട്പുട്ട് PM, ഈ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. ഇവിടെ വരുന്ന ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? ഇവിടെ വരുന്ന ഇൻപുട്ട് മൈനസ് കോപ്പർ ലോസ്. കോപ്പർ ലോസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തു. അപ്പൊ റോട്ടർ ഇൻപുട്ട് മൈനസ് കോപ്പർ ലോസ്. ഇവിടെ വരുന്ന ഇൻപുട്ടിൽ നിന്ന് കോപ്പർ ലോസ് മൈനസ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. റോട്ടർ ഇൻപുട്ട് മൈനസ് റോട്ടർ കോപ്പർ ലോസ്. അപ്പൊ റോട്ടറിന്റെ ഇൻപുട്ട് മൈനസ് റോട്ടർ കോപ്പർ ലോസ് നമ്മൾ ഇൻപുട്ടിന്റെ ടേംസിൽ എഴുതി വെച്ചു, S ഇൻറ്റു റോട്ടർ ഇൻപുട്ട്. അപ്പൊ നിങ്ങൾക്ക് 1 മൈനസ് S ഇൻറ്റു റോട്ടർ ഇൻപുട്ട്. നമ്മളെല്ലാം റോട്ടർ ഇൻപുട്ടിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നോക്കണേ. റോട്ടറിൽ വരുന്ന കോപ്പർ ലോസിനെ നിങ്ങൾ റോട്ടറിന്റെ ഇൻപുട്ടിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു, P2ന്റെ ടേംസിൽ. അതുപോലെ തന്നെ റോട്ടറിന്റെ ഔട്ട്പുട്ടിനെ നിങ്ങൾ വീണ്ടും ഇൻപുട്ടിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. ഇൻപുട്ടിന്റെയും സ്ലിപ്പിന്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാന്നാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാധനങ്ങളെയൊക്കെ വി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് സ്ലിപ്പ് ആൻഡ് ദ റോട്ടർ ഇൻപുട്ട്. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. അപ്പോ വീണ്ടും നിങ്ങളുടെ റിലേഷൻ എടുത്തു, ഈ റോട്ടറിൽ വരുന്ന ഔട്ട്പുട്ട് ബൈ റോട്ടറിൽ വരുന്ന ഇൻപുട്ട്. ഇത് ശരിക്കും റോട്ടർ എഫിഷ്യൻസി ആണ് തന്നെ. റോട്ടറിന്റെ എഫിഷ്യൻസി, റൊട്ടേറ്റിംഗ് പാർട്ടിന്റെ ആ റോട്ടറിന്റെ എഫിഷ്യൻസി തരും. റോട്ടർ ഔട്ട്പുട്ട് ബൈ റോട്ടർ ഇൻപുട്ട് എടുത്താൽ അത് ഇത് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് 1 മൈനസ് S കിട്ടും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ റോട്ടർ കോപ്പർ ലോസ്. റോട്ടർ കോപ്പർ ലോസ് എന്ന് വെച്ചാൽ S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് ആണ്. റോട്ടർ ഔട്ട്പുട്ടോ 1 മൈനസ് S ഇൻറ്റു റോട്ടർ ഇൻപുട്ട്. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ S ബൈ 1 മൈനസ് S കിട്ടും. അപ്പൊ ബേസിക്കലി ഈ ഇക്വേഷൻസ് അറിഞ്ഞാൽ മതി. റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് ആണ്. റോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 മൈനസ് S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് ആണ്. ഇത് രണ്ടും അറിയാമെങ്കിൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. റോട്ടർ എഫിഷ്യൻസി എന്ന് വെച്ചാൽ റോട്ടറിന്റെ ഔട്ട്പുട്ട് ബൈ റോട്ടറിന്റെ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ what is output? ഇത് എഫിഷ്യൻസി അല്ല കേട്ടോ. റോട്ടർ കോപ്പർ ലോസ് ബൈ ഇത് ലോസ് ബൈ ഔട്ട്പുട്ട് ആണ്. അപ്പൊ നമുക്ക് റോട്ടർ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. എന്ത് സാധനത്തിന്റെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇത് വേറൊരു റിലേഷൻ, കോപ്പർ ലോസ് ബൈ ഔട്ട്പുട്ട് റിലേഷൻ കണ്ടുപിടിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, എന്ത് റിലേഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. നിങ്ങൾ ഇത് രണ്ടും ബേസിക്കലി പഠിച്ചാൽ മതി. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് ആണ്. റോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 1 മൈനസ് S ഇൻറ്റു റോട്ടർ ഇൻപുട്ട് ആണ്. ഇത്രയും അറിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. റോട്ടറിന്റെ ഔട്ട്പുട്ട് ബൈ റോട്ടറിന്റെ ഇൻപുട്ട്. റോട്ടറിന്റെ ഔട്ട്പുട്ട് എന്താ? ഇത്
റോട്ടറിന്റെ ഇൻപുട്ടോ ഇത് ഇൻപുട്ടിന്റെ ടേംസിൽ, അപ്പൊ റോട്ടർ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ചെയ്യുമ്പോൾ 1 - s കിട്ടും. അതാണ് റോട്ടറിന്റെ എഫിഷ്യൻസി. പക്ഷേ ഓവറോൾ എഫിഷ്യൻസി ഇതാണോ? അല്ല. ഇത് റോട്ടറിന്റെ, നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. റോട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 phase വൈൻഡിങ് ഉണ്ടാവും. ഈ റോട്ടറിന്റെ എഫിഷ്യൻസി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, റോട്ടറിന്റെ ഔട്ട്പുട്ട് ബൈ റോട്ടറിന്റെ ഇൻപുട്ട് ചെയ്യുമ്പോൾ റോട്ടറിന്റെ എഫിഷ്യൻസി കിട്ടും. പക്ഷേ ഈ റോട്ടർ ഔട്ട്പുട്ട് മുഴുവൻ നിങ്ങൾക്ക് ലോഡിൽ അവൈലബിൾ ആണോ? റോട്ടർ നിങ്ങൾ ഇത് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതാണ് ശരിക്കും അവൈലബിൾ ആവുള്ളൂ. കാരണം ഈ റോട്ടർ കറങ്ങുകയാണ്, റോട്ടറിന് ഒരു എഫിഷ്യൻസി ഉണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് വരുന്നുണ്ട്. അപ്പോ റോട്ടറിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഇല്ലേ, PM, ഈ റോട്ടറിൽ വരുന്ന PM എന്ന് വീണ്ടും ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് മൈനസ് ചെയ്യുമ്പോഴാണ് ഷാഫ്റ്റ് പവർ കിട്ടുള്ളൂ. സോ റോട്ടർ ഔട്ട്പുട്ട് അല്ല നിങ്ങളുടെ ഫൈനൽ ഇൻഡക്ഷൻ മോട്ടർ ഔട്ട്പുട്ട്. റോട്ടറിന് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ മുഴുവൻ നിങ്ങൾക്ക് ടോട്ടൽ ഇൻഡക്ഷൻ മോട്ടർ ഔട്ട്പുട്ട് പവർ ആയിട്ട് കിട്ടില്ല. കാരണം എഗെയിൻ യു ഹാവ് ടു സബ്ട്രാക്ട് ദ ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ്. അപ്പോ റോട്ടറിന്റെ ഔട്ട്പുട്ട് PM-ൽ നിന്ന് ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് കുറയ്ക്കുമ്പോഴാണ് ഫൈനൽ മൊത്തം മോട്ടറിന്റെ, ഇൻഡക്ഷൻ മോട്ടറിന്റെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ റോട്ടറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് കുറയ്ക്കണം, എന്നാൽ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ മോട്ടറിന് ഒരു സ്റ്റേറ്റർ ഉണ്ട്, ഒരു റോട്ടർ ഉണ്ട്. സ്റ്റേറ്ററിലേക്കുള്ള ഇൻപുട്ട് P1 ആണ്, സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട് P2 ആണ്. റോട്ടറിലേക്കുള്ള ഇൻപുട്ട് P2 തന്നെയാണ്, റോട്ടറിന്റെ ഔട്ട്പുട്ട് PM ആണ്. ഇനി ഈ റോട്ടറിന്റെ ഔട്ട്പുട്ട് ഫുൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് അവൈലബിൾ അല്ല, PSH അവൈലബിൾ ആയിട്ടുള്ളൂ, ഷാഫ്റ്റിന്റെ ക്രോസ് വരുന്നത്. ഈ PM മുഴുവൻ ഷാഫ്റ്റിൽ എത്തില്ല, കാരണം ഇവിടെ ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് ഉണ്ടാകും. അപ്പോ നിങ്ങൾക്ക് പല കാര്യങ്ങളും വേണം. മിക്കവാറും ക്വസ്റ്റ്യനിൽ ചോദിക്കും ഫൈൻഡ് ദ റോട്ടർ കോപ്പർ ലോസ്. റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ലോസ് ഇവിടെ വരുന്ന ഇൻപുട്ടിൽ നിന്ന് ഫുൾ ഔട്ട്പുട്ടിൽ എത്തില്ല, കാരണം റോട്ടർ ലോസ് കാരണം. അപ്പോ ഈ ഔട്ട്പുട്ട് പവർ മൈനസ് ഇൻപുട്ട് പവർ ഓഫ് ദ റോട്ടർ സൈഡ് വിൽ ഗിവ് യു ദ റോട്ടർ കോപ്പർ ലോസ്. കണ്ടോ, റോട്ടർ ഇൻപുട്ട് മൈനസ് റോട്ടർ ഔട്ട്പുട്ട്. റോട്ടർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ I told you it is stator output. So 2 pi ns into Tg by 60. റോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ n എടുക്കണം, 2 pi nt by 60 n എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് you will get it as this equation. അപ്പൊ റോട്ടർ കോപ്പർ ലോസ് ബൈ റോട്ടർ ഇൻപുട്ട് ചെയ്യുമ്പോൾ you will get it as S, slip. So from this you came to find out that rotor copper loss can be always calculated by multiplying slip with the rotor input. Rotor input into slip ചെയ്താൽ എപ്പോഴും rotor copper loss കിട്ടും. ഇനി നിങ്ങൾക്ക് ഗ്രോസ് ഔട്ട്പുട്ട് ഓഫ് ദ റോട്ടർ കിട്ടണം, PM, റോട്ടറിന്റെ ഔട്ട്പുട്ട് PM കിട്ടണം. അത് ഇൻപുട്ട് മൈനസ് കോപ്പർ ലോസ് ആണ്. ഇൻപുട്ട് മൈനസ് കോപ്പർ ലോസ് എന്ന് വെച്ചാൽ S into rotor input. You will get the relation as 1 minus S into rotor input. So നിങ്ങളോട് മൊത്തം റോട്ടറിന്റെ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 minus S into rotor input ചെയ്താൽ മതി. ഇനി എഫിഷ്യൻസി, റോട്ടറിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ 1 minus S ചെയ്താൽ മതി, റോട്ടർ ഔട്ട്പുട്ട് ബൈ റോട്ടർ ഇൻപുട്ട്. ഇനി മൊത്തം മോട്ടറിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഈ റോട്ടറിന്റെ ഔട്ട്പുട്ട് എടുത്താൽ പോരാ, റോട്ടറിന്റെ ഔട്ട്പുട്ട് മൈനസ് ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഷാഫ്റ്റിൽ എത്തുന്ന പവർ കിട്ടുള്ളൂ. അത് ബൈ മൊത്തം സ്റ്റേറ്ററിലേക്കുള്ള ഇൻപുട്ട് ചെയ്താൽ you will get the overall efficiency. Is that clear? ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. Is it clear to you all? My dears, please respond. Fine. അപ്പോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളും. Okay. So numerical problem 1. ഫസ്റ്റ് പ്രോബ്ലം എടുത്തു. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു ഇൻഡക്ഷൻ മോട്ടർ, 3 phase ഇൻഡക്ഷൻ മോട്ടറിന്റെ കാര്യമാണ് പറഞ്ഞത്. 6 പോൾ ആണ് പറഞ്ഞിട്ടുണ്ട്. 400 വോൾട്ടിന്റെ മോട്ടർ ആണ്, 50 ഹെർട്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മോട്ടർ ആണ്. പവർ ഇൻപുട്ട് 90 kW ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റോട്ടർ 100 കംപ്ലീറ്റ്
alterations per minute, revolutions per minute എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. Now calculate the slip. പിന്നെ റോട്ടറിന്റെ സ്പീഡ്, റോട്ടറിന്റെ കോപ്പർ ലോസ്, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഗ്രോസ് റോട്ടർ ഔട്ട്പുട്ട്. അപ്പൊ 100 പെർ മിനിറ്റ് ആണ്. അപ്പോ പെർ സെക്കൻഡ് ചെയ്യണമെങ്കിൽ 100/60 ചെയ്യുക. ഇതാണ് റോട്ടറിന്റെ ഫ്രീക്വൻസി. റോട്ടർ ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിനുള്ളത് എത്ര സൈക്കിൾസ് പെർ സെക്കൻഡ്, അതാണ് ഫ്രീക്വൻസി. സോ ഇത്രയും കംപ്ലീറ്റ് സൈക്കിൾസ് എടുക്കുന്നുണ്ട്. ആൾട്രേഷൻസ് എന്ന് വെച്ചാൽ ഈ സൈക്കിൾ, അത്രയും സൈക്കിൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് അപ്പോ ആ റോട്ടറിന്റെ EMF-ന്റെ കാര്യമാണ് പറയുന്നത്. റോട്ടറിലെ EMF വോൾട്ടേജ് ഇത്രയും ആൾട്രേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് പെർ മിനിറ്റ്. അപ്പൊ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. എത്ര സൈക്കിൾസ് ഉണ്ടോ ഒരു സെക്കൻഡിൽ, അതാണ് ഫ്രീക്വൻസി. സോ ഇത് ഒരു മിനിറ്റിൽ 100 സൈക്കിൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഒരു സെക്കൻഡിൽ 100/60. ഇതാണ് റോട്ടറിന്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇനി സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ alterations per minute. ഓക്കെ, നിങ്ങൾ സാധാരണ പോലെയിട്ട് ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് പറയൂ. NS സിങ്ക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120f/p ആണ്. നമ്മുടെ നോർമൽ ഫ്രീക്വൻസി എത്രയാ? സപ്ലൈ ഫ്രീക്വൻസി. അപ്പോൾ 120 × 50 / 6, അത് ചെയ്താൽ 1000 RPM NS കിട്ടി. ഇനി N നമുക്ക് അറിയില്ല. N is equal to NS × 1 - S ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ലിപ്പ് അറിയണം. ഓക്കെ, സ്ലിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ്, റോട്ടറിന്റെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ S ടൈംസ് F ആണ്. നിങ്ങൾക്ക് ഒരു റിലേഷൻ ഇങ്ങനെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം അത് എവിടെയാണ്. കണ്ടോ, റോട്ടർ കറണ്ട് ഫ്രീക്വൻസി കുറച്ച് ക്ലാസ്സുകൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഒരു റോട്ടറിൽ വരണ EMF-ന്റെയോ വോൾട്ടേജിന്റെയോ കറണ്ടിന്റെയോ ഫ്രീക്വൻസി F' എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ടൈംസ് ദ സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ആ ഒരു റിലേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ റിലേഷൻ വെച്ചിട്ട് സ്ലിപ്പ് കാൽക്കുലേറ്റ് ചെയ്തു. ആ സ്ലിപ്പ് ഇട്ട് കൊടുക്കുമ്പം റോട്ടറിന്റെ സ്പീഡ് കിട്ടി. ഓക്കെ, അപ്പൊ സ്ലിപ്പ് കിട്ടി, റോട്ടറിന്റെ സ്പീഡ് കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റോട്ടർ കോപ്പർ ലോസ്. റോട്ടർ കോപ്പർ ലോസ് പെർ ഫേസ്. റോട്ടർ കോപ്പർ ലോസ്, മൊത്തത്തിലുള്ള റോട്ടർ കോപ്പർ ലോസ് എന്ന് വെച്ചാൽ S × റോട്ടർ ഇൻപുട്ട് ആണ്. ഇന്ന് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്. S × റോട്ടർ ഇൻപുട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് റോട്ടർ കോപ്പർ ലോസ്. പക്ഷെ അത് മൊത്തത്തിലുള്ള റോട്ടർ കോപ്പർ ലോസ് ആണ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആകുമ്പോൾ 3 ഫേസിന്റെ കൂടെ കൂടിയിട്ടുള്ള റോട്ടർ കോപ്പർ ലോസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫേസിന് 3 ഫേസ് ആണ്. അപ്പൊ by 3 ചെയ്യണം, ഒറ്റ ഫേസിന്റെ കിട്ടും. യു വിൽ ഗെറ്റ് 1 kW. കണ്ടോ, റോട്ടർ കോപ്പർ ലോസിന്റെ ഇക്വേഷൻ ഇതാണ്, നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻ. റോട്ടർ കോപ്പർ ലോസ് S × റോട്ടർ ഇൻപുട്ട്. S × റോട്ടർ ഇൻപുട്ട് ഒരു ഫേസിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് by 3 ചെയ്തത്. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഗ്രോസ് റോട്ടർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ PM. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 1 - S × റോട്ടർ ഇൻപുട്ട്. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇവിടെ റോട്ടറിൽ വരണ EMF-ന്റെ ഫ്രീക്വൻസിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ റോട്ടർ ഫ്രീക്വൻസി ഒരിക്കലും സപ്ലൈ ഫ്രീക്വൻസി അല്ല, സ്മോൾ ഫ്രീക്വൻസി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് കറങ്ങുമ്പോൾ F' എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അത് 1.67 ഹെർട്സ് കിട്ടി. അപ്പോ നിങ്ങൾക്കറിയാം റോട്ടർ ഫ്രീക്വൻസി സ്ലിപ്പ് ടൈംസ് സപ്ലൈ ഫ്രീക്വൻസി. അതിനകത്ത് യു ക്യാൻ കാൽക്കുലേറ്റ് ദ സ്ലിപ്പ്. ഇനി NS കാൽക്കുലേറ്റ് ചെയ്യാം, സിൻക്രോണസ് സ്പീഡ്. ഓൾ ദ തിങ്സ് ആർ ഗിവൺ. സപ്ലൈ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, പോൾസ് തന്നിട്ടുണ്ട്. യു ക്യാൻ കാൽക്കുലേറ്റ് NS. ദെൻ
റോട്ടർ സ്പീഡും കണ്ടുപിടിക്കാം. റോട്ടർ സ്പീഡ് ഈ റിലേഷൻ വെച്ചിട്ട് സ്ലിപ്പ് എന്ന് വെച്ചാൽ ns മൈനസ് n ബൈ ns ഇൻറ്റു 100. അതിനകത്ത് റോട്ടർ സ്പീഡ് n എന്ന് പറഞ്ഞാൽ ns ഇൻറ്റു 1 മൈനസ് s എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേണ്ടത് റോട്ടർ കോപ്പർ ലോസ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഇൻറ്റു റോട്ടർ ഇൻപുട്ട് ആണ്. ഒരു ഫേസിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ബൈ 3 ചെയ്യുക. ഗ്രോസ് റോട്ടർ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ pn, അതെന്ന് പറഞ്ഞാൽ 1 മൈനസ് s ഇൻറ്റു റോട്ടർ ഇൻപുട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ കിട്ടി. റോട്ടർ ഇൻപുട്ട് തന്നിട്ടുണ്ട് 90 kW. ഓക്കെ, സോ യു ഗോട്ട് ഓൾ ദ required values. Ini we'll discuss this problem also. മൂന്ന് പ്രോബ്ലം. ഈ പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-phase 8-pole squirrel cage induction motor is rated as 20 kW, 400 volt, 50 Hz. It draws a power of 25 kW and runs at 720 RPM. Calculate the synchronous speed, slip and efficiency. മൂന്ന് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. You are asked to find the synchronous speed, you are asked to find the slip, you are asked to find the efficiency. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിൻക്രണസ് സ്പീഡിൽ തുടങ്ങാം. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ സിൻക്രണസ് സ്പീഡ്? 120 f by p. എഫ് തന്നിട്ടുണ്ട് 8 പോൾ, അല്ല എഫ് അല്ല പി തന്നിട്ടുണ്ട് 8 പോൾ, ഫ്രീക്വൻസി 50 ഹെർട്സ്, ഡയറക്ട്ലി 750 RPM കിട്ടും സിൻക്രണസ് സ്പീഡ്. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി സ്ലിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ യു നോ ഇറ്റ് ഇസ് ns മൈനസ് n ബൈ ns ഇൻറ്റു 100. ns കണ്ടുപിടിച്ചു. n തന്നിട്ടുണ്ട്. റോട്ടർ റൺ ചെയ്യണ 720 RPM തന്നിട്ടുണ്ട്. ആ മോട്ടർ കറങ്ങണത് 720 RPM തന്നിട്ടുണ്ട്. മോട്ടർ കറങ്ങണത് എന്ന് പറഞ്ഞാൽ റോട്ടർ സ്പീഡാണ്. ns എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. സ്റ്റേറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡാണ് ns. യഥാർത്ഥത്തിൽ മോട്ടർ കറങ്ങണത് റോട്ടറിന്റെ സ്പീഡിലാണ് 720 RPM. അപ്പോ n അറിയാം, ns അറിയാം, എനിക്ക് സ്ലിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ, റേറ്റഡ് പവർ ഇത്രയും തന്നിട്ടുണ്ട്. ഈ ഇൻഡക്ഷൻ മോട്ടോർ ഇത്രയും പവർ തരാനാണ് റേറ്റിംഗ്, അതിന്റെ അങ്ങനെയാണ്. ഇറ്റ് ഈസ് റേറ്റഡ് ടു പ്രൊഡ്യൂസ് ഓർ ഡെലിവർ 20 kW. അപ്പൊ അതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. ഇൻപുട്ട് പവർ എങ്ങനെയാണ് കണ്ടോ? മോട്ടർ ഡ്രോസ് പവർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്. മോട്ടർ വലിച്ചെടുക്കുകയാണ് പവർ, അത് 25 kW ആണ്. എന്നിട്ട് അതിന്റെ റേറ്റിംഗ് എത്രയാ? 20 kW ആണ്. അപ്പൊ 25 kW വലിച്ചെടുത്തിട്ട് 20 kW ലോഡിനെയാണ് അത് സപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ലോസ്റ്റ് ആയി പോവാണ്. അപ്പോൾ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 20 by 25 ഇൻറ്റു 100 80% എഫിഷ്യൻസിയിലാണ് നമ്മളുടെ ഇൻഡക്ഷൻ മോട്ടോർ റൺ ചെയ്യുന്നത്. ഈ രണ്ട് പ്രോബ്ലത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സ്ട്രേറ്റ് ഫോർവേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇസ് ദർ എനി കൺഫ്യൂഷൻ ഇൻ ദ ടു പ്രോബ്ലംസ് ഡിസ്കസ് നൗ? ഇനി ഒരു പ്രോബ്ലം ഉണ്ട്, അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്തതാണ്, ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ക്ലിയർ അല്ലേ എന്ന് ചോദിക്കുന്നത്. The next problem is a very important question. നിങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഈ EDC സബ്ജക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ് ആ ക്വസ്റ്റ്യൻ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ വെരി ഗുഡ് വേ. ഈ പ്രോബ്ലം കണ്ടോ? 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A 40 kW 6-pole 3-phase induction motor delivers a full load output at 950 RPM at 0.85 power factor when connected to a 500 volt 50 Hz supply. Friction and windage losses equals 1.5 kW and stator losses are 1.8 kW. Determine for this load the total copper loss, the efficiency. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് വിഷ്വലൈസ് ചെയ്യുക, അല്ലാതെ ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. സ്റ്റേറ്ററിൽ ഒരു ഇൻപുട്ട് ഉണ്ട് P1, സ്റ്റേറ്ററിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ട് P2. ഇവിടെ എടുക്കണത് P2 ആണ്, പിന്നെ PM. ഇവിടുന്ന് വീണ്ടും മൈനസ് ചെയ്യുക,
ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസിനെ മൈനസ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ഷാഫ്റ്റ് പവർ. അതാണ് ശരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഇതാണ് ഷാഫ്റ്റ് പവർ. അപ്പോൾ ഇവിടെ ശരിക്കും ലോസ് ടൈപ്പ് ആണ് എന്താ? സ്റ്റേറ്ററിലെ കോപ്പർ ലോസ്. കോപ്പർ ലോസ്. ഇവിടെ വരണതോ റോട്ടറിലെ കോപ്പർ ലോസ്. റോട്ടർ കോപ്പർ ലോസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇനി ഇത് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് മൊത്തം വേണ്ടത് എന്താ? ഈ ഷാഫ്റ്റിൽ എടുക്കണ പവർ കണ്ടുപിടിക്കണം. പിന്നെ ഇൻപുട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക എന്തൊക്കെയാ തന്നിരിക്കണേ. ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് തന്നിട്ടുണ്ട്. സ്റ്റേറ്ററിൽ വരുന്ന ലോസ് എന്ന് വെച്ചാൽ കോപ്പർ ലോസ് ആണ്, അത് തന്നിട്ടുണ്ട്. സ്റ്റേറ്റർ കോപ്പർ ലോസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? പിന്നെ വേറെ പവർ റിലേറ്റഡ് ഒന്നും തന്നിട്ടില്ല. 40 kW മോട്ടറാണ് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മോട്ടർ ഇത്രയും ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 40 kW അതിന്റെ ഔട്ട്പുട്ട് ഡെലിവേർഡ് ഷാഫ്റ്റിൽ ഡെലിവർ ചെയ്യാൻ പോകുന്ന ഔട്ട്പുട്ട് പവർ ആണ് ഈ 40 kW. ഒരു 40 kW മോട്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന്റെ ഔട്ട്പുട്ടിൽ അത് ഡെലിവർ ചെയ്യാൻ പോകുന്ന ഔട്ട്പുട്ട് ലോഡാണത് 40 kW. ഇത്ര ഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ അത് ഇൻപുട്ടിൽ എടുക്കണതായിരിക്കും. പക്ഷെ ഇവിടെ 40 kW മോട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി ദി ഔട്ട്പുട്ട് പവർ. ഓക്കെ, അപ്പൊ ശരിക്കും എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വേണ്ടത് ഷാഫ്റ്റ് പവർ ആണ്, അടിയിൽ വേണ്ടത് മോട്ടർ ഇൻപുട്ട്. ആ ഷാഫ്റ്റ് പവർ തന്നിട്ടുണ്ട് 40 kW. പക്ഷെ നമുക്ക് മോട്ടർ ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. മൊത്തം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിൽ വരുന്ന ഇൻപുട്ട് P1 അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. റോട്ടർ കോപ്പർ ലോസും വേണം. റോട്ടർ കോപ്പർ ലോസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. റോട്ടർ കോപ്പർ ലോസസ് സ്ലിപ്പ് ടൈംസ് റോട്ടർ ഇൻപുട്ട്. റോട്ടർ ഇൻപുട്ട് എന്ന് വെച്ചാൽ P2, സ്ലിപ്പ് ടൈംസ് P2 ആണ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം. ആദ്യം തന്നെ സ്ലിപ്പ് എന്താണെന്ന് അറിയണം. സ്ലിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ സിങ്ക്രണസ് സ്പീഡ് അറിയണം. 120 f5p 1000 RPM സ്റ്റേറ്ററിന്റെ ഈ സ്റ്റേറ്ററിലെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് 1000 RPM റൺ ചെയ്യണേ. സ്ലിപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ns - n / ns × 100. അപ്പൊ ഇത് കറങ്ങണത് 950 പറഞ്ഞാൽ റോട്ടർ കറങ്ങണത് 950 n 950 ആണ്. സ്ലിപ്പ് 5% കിട്ടും. ഇനി ഈ റോട്ടറിൽ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷാഫ്റ്റ് പവർ. അപ്പൊ ഷാഫ്റ്റ് പവർ നിങ്ങൾക്ക് അറിയാം. ഷാഫ്റ്റ് പവറിന്റെ കൂടെ ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോട്ടറിന്റെ ഔട്ട്പുട്ട് കിട്ടും അല്ലെ? ഇപ്പൊ നിങ്ങൾ റോട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ റോട്ടറിൽ ഒരു ഇൻപുട്ട് P2 വരുന്നുണ്ട്, റോട്ടറിന്റെ ഔട്ട്പുട്ട് PM വരുന്നുണ്ട്. അപ്പോൾ റോട്ടർ ഔട്ട്പുട്ട് PM, അതിനകത്തുനിന്ന് വീണ്ടും ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് കുറയ്ക്കുമ്പോഴാണ് ഷാഫ്റ്റ് പവർ കിട്ടിയത് അല്ലെ? ഷാഫ്റ്റിൽ വരണ പവർ എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ വരണ പവറിൽ നിന്ന് വീണ്ടും ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് നിങ്ങൾ കുറച്ചു. അപ്പോ നിങ്ങളുടെ റോട്ടറിൽ വരണ പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? PM, ഗ്രോസ് മെക്കാനിക്കൽ പവർ അറ്റ് ദ റോട്ടർ ഔട്ട്പുട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ഷാഫ്റ്റിൽ വരുന്ന പവർ പ്ലസ് ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ്. കണ്ടോ, അതാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഷാഫ്റ്റിൽ വരുന്ന പവർ ഞാൻ പറഞ്ഞു മൊത്തം പവർ ഔട്ട്പുട്ട് ആണ് ഷാഫ്റ്റിൽ വരുന്നത് 40 പ്ലസ് 1.5 ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് തന്നിട്ടുണ്ട് 1.5. അപ്പോ PM കിട്ടി. PM കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ റോട്ടർ കോപ്പർ ലോസ് കണ്ടുപിടിക്കും? റോട്ടർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ S × റോട്ടർ ഇൻപുട്ട് ആണ്. ഓക്കെ, രണ്ട് റിലേഷൻ ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, റോട്ടറിന്റെ കോപ്പർ ലോസ് എന്ന് വെച്ചാൽ S × റോട്ടർ ഇൻപുട്ട് ആണ്. റോട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 - s × റോട്ടർ ഇൻപുട്ട് ആണ്. അപ്പോ റോട്ടർ കോപ്പർ ലോസ് ബൈ റോട്ടർ ഔട്ട്പുട്ട് ചെയ്താൽ S/1 - s എന്ന് കിട്ടും. ഈ റിലേഷൻ കണ്ടോ, അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അതാണ് ഞാൻ പറഞ്ഞ എല്ലാ റിലേഷനും അറിഞ്ഞിരിക്കണം, എന്നാലാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, അപ്പൊ റോട്ടർ കോപ്പർ ലോസ് ബൈ PM എന്ന് പറയണത് S/1 - s ആണ്. അപ്പൊ റോട്ടർ കോപ്പർ ലോസ് എന്താ? S/1 - s × PM. PM നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചു, സ്ലിപ്പ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ റോട്ടറിലെ കോപ്പർ ലോസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചു, ടോട്ടൽ കോപ്പർ ലോസ്. റോട്ടർ കോപ്പർ ലോസ് കിട്ടി, സ്റ്റേറ്റർ കോപ്പർ ലോസ് കൂടെ ചെയ്താൽ ടോട്ടൽ ആയിട്ടുള്ള ലോസ് കിട്ടും.
ഇത് റോട്ടറിലെ മാത്രമാണ്. ഇനി ടോട്ടൽ കണ്ടുപിടിക്കുമെങ്കിൽ ടോട്ടൽ സ്റ്റേറ്ററിലെയും റോട്ടറിലെയും കൂടെ ലോസ് ആഡ് ചെയ്താൽ മതി, ടോട്ടൽ കോപ്പർ ലോസ് കിട്ടും. ഇനി നിങ്ങൾക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഇൻപുട്ട് പവർ ഇതുവരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് റോട്ടറിൽ വരുന്ന ഔട്ട്പുട്ട് ഇതാണെന്ന് അറിയാം. റോട്ടറിൽ വരുന്ന ഇൻപുട്ടിന്റെ ഔട്ട്പുട്ടിന്റെ കൂടെ കോപ്പർ ലോസ് ആഡ് ചെയ്താൽ റോട്ടറിന്റെ ഇൻപുട്ട് കിട്ടും. കാരണം എന്താ? റോട്ടറിൽ വരുന്ന ഇൻപുട്ട് മൈനസ് റോട്ടറിൽ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് കാരണമാണ് റോട്ടറിലെ ഫുൾ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ എത്താത്തത്. അത് കോപ്പർ ലോസ് ആണ്. അപ്പൊ കോപ്പർ ലോസ് നിങ്ങൾ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് പി എമ്മും അറിയാം. അപ്പൊ P2 കണ്ടുപിടിക്കരുതേ. P2 എന്ന് പറയുന്നത് കോപ്പർ ലോസ് പ്ലസ് റോട്ടറിന്റെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അത് കണ്ടുപിടിച്ചാൽ മതി. പി എം, ഈ പി എം 41.5 പ്ലസ് 2.184. ഈ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, ഞാൻ പറഞ്ഞ കോൺസെപ്റ്റിൽ ചെയ്താൽ മതി. ഇതേ ആൻസർ കിട്ടും. 43.684 കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെ എത്തി? P2 കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ റോട്ടറിന്റെ ഇൻപുട്ട് അല്ലെങ്കിൽ സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട്. P2 എന്ന് വെച്ചാൽ എന്താ? റോട്ടറിന്റെ ഇൻപുട്ട് ആണ്, സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട് ആണ്. പക്ഷെ അപ്പോഴും സ്റ്റേറ്ററിന്റെ ഇൻപുട്ട് കിട്ടിയില്ല. സ്റ്റേറ്ററിന്റെ ഇൻപുട്ട് കിട്ടണമെങ്കിൽ ഈ സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ടിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? സ്റ്റേറ്റർ കോപ്പർ ലോസ്. കാരണം എന്താ? സ്റ്റേറ്ററിൽ വരുന്ന ഇൻപുട്ട് മുഴുവൻ ഔട്ട്പുട്ട് എത്തുന്നില്ല. ഇവിടെ സ്റ്റേറ്റർ കോപ്പർ ലോസ് ഉണ്ടാകുന്നു. അപ്പോ ഇവിടെ വരുന്ന ഔട്ട്പുട്ടിന്റെ കൂടെ കോപ്പർ ലോസ് ആഡ് ചെയ്താലാണ് ഇൻപുട്ടിൽ എത്ര എടുത്തിരുന്നു എന്ന് അറിയുള്ളൂ. അപ്പോ മോട്ടറിന്റെ മൊത്തം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്ററിൽ വരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ റോട്ടറിൽ വരുന്ന ഇൻപുട്ട്, ആ P2 പ്ലസ് സ്റ്റേറ്റർ ലോസസ് എടുക്കണം. സ്റ്റേറ്റർ ലോസസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫൈനലി മോട്ടർ ഇൻപുട്ട് കിട്ടും. മോട്ടർ ഇൻപുട്ട് കിട്ടിയാൽ ഷാഫ്റ്റ് പവർ ബൈ മോട്ടർ ഇൻപുട്ട് ഇൻടു 100 ചെയ്താൽ യു വിൽ ഗെറ്റ് ദ എഫിഷ്യൻസി. ഞാൻ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എഫിഷ്യൻസി, കോപ്പർ ലോസ്, അങ്ങനെ പല സാധനങ്ങളും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ വിഷ്വലൈസ് ചെയ്യണം. എനിക്കൊരു സ്റ്റേറ്റർ ഉണ്ട്, എനിക്ക് റോട്ടർ ഉണ്ട്. സ്റ്റേറ്ററിന്റെ ഇവിടെ എടുക്കുന്ന പവർ ആണ് P1. സ്റ്റേറ്ററിന്റെ ഔട്ട്പുട്ട് വരണതാണ് P2. റോട്ടറിന്റെ ഇൻപുട്ടിൽ P2 എടുക്കുന്നു. ഇവിടെ വരണത് PM, റോട്ടർ ഔട്ട്പുട്ട്. ഇവിടുന്ന് വീണ്ടും P ഷാഫ്റ്റ് കിട്ടണം. ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് കുറയ്ക്കണം. അപ്പൊ നിങ്ങൾ തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ വരിക. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഷാഫ്റ്റ് പവർ 40 kW ആണ്, റേറ്റിംഗ് ഓഫ് ദ മോട്ടോർ തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് P1 കാൽക്കുലേറ്റ് ചെയ്യണം, എഫിഷ്യൻസിക്ക് ഇൻപുട്ട് പവർ അറിയണം. അപ്പൊ തിരിച്ച് റിവേഴ്സ് കാൽക്കുലേഷൻസ് ചെയ്യാം. ഷാഫ്റ്റ് പവറിന്റെ കൂടെ ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് ആഡ് ചെയ്യുമ്പോൾ PM കിട്ടും. PMന്റെ കൂടെ റോട്ടർ കോപ്പർ ലോസ് ആഡ് ചെയ്യുമ്പോൾ P2 കിട്ടും. P2ന്റെ കൂടെ സ്റ്റേറ്റർ കോപ്പർ ലോസ് ആഡ് ചെയ്യുമ്പോൾ P1 കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് നിങ്ങൾക്ക് അറിയാം, റോട്ടർ കോപ്പർ ലോസ് നിങ്ങൾക്ക് അറിയില്ല, സ്റ്റേറ്റർ കോപ്പർ ലോസ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ റോട്ടർ കോപ്പർ ലോസ് അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കണം. റോട്ടർ കോപ്പർ ലോസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് റോട്ടർ കോപ്പർ ലോസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ ഫ്ലോ പോണേന്ന് മനസ്സിലായോ? ഈസ് ഇറ്റ് ക്ലിയർ ടു യു ഓൾ how this problem is being done? Yes, are you able to understand how this problem is being done? ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ഇങ്ങനെ എഫിഷ്യൻസി, കോപ്പർ ലോസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, സോ ഡു വൺ തിങ്. ഞാൻ ഈ PPT ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്ലീസ് ഗോ ആൻഡ് സീ ദീസ് പ്രോബ്ലംസ്. ഇങ്ങനത്തെ എന്ത് ടൈപ്പ് വന്നാലും പഠിക്കണമെങ്കിൽ ഈ ഒരൊറ്റ പ്രോബ്ലം ഡീൽ ചെയ്ത് പഠിച്ചാൽ മതി. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ എന്ത് പ്രോബ്ലം കിട്ടിയാലും ചെയ്യാൻ പറ്റും. സോ പ്ലീസ് സ്റ്റഡി ദിസ്. സിമിലർ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ സീരീസ് എക്സാമിന് ഇടും, ഉറപ്പാണ്. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് പ്രോബ്ലംസ്. എങ്ങനെ കോപ്പർ ലോസ് കണ്ടുപിടിക്കുന്നു, എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നു, ആ ഫ്ലോ എങ്ങനെയാണ് വരുന്നത്, അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ് അഗെയിൻ ഇൻ ദ ചാറ്റ് ബോക്സ്. യു ക്യാൻ ലീവ്. താങ്ക് യു ഓൾ ഫോർ അറ്റൻഡിങ്. ബൈ.